കൃത്രിമം വരുത്തി മാറ്റം വരുത്തി ആ കേസിൽ നിന്ന് ആ പ്രതിയെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി നടത്തിയ നടപടി അത് തെറ്റാണെന്ന് കോടതി കണ്ടെത്തുകയും അതുപോലെ തന്നെ അദ്ദേഹത്തെ ശിക്ഷിച്ചുകൊണ്ടുള്ള വിധി ഇപ്പോൾ കുറച്ച് നിമിഷങ്ങൾക്ക് മുമ്പ് വരികയുണ്ടായി. നമുക്കറിയാം, ഇത് കേരളത്തില് ഒരു ഇടതുപക്ഷം പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഒരു ഭരണമാണ് കേരളത്തിൽ നടക്കുന്നത് എന്ന് ആലോചിക്കുമ്പോൾ വലിയ ലജ്ജ തോന്നുകയാണ്. നമുക്ക് എവിടെയാണ് നമ്മൾ എത്തി നിൽക്കുന്നത് ഈ പ്രബുദ്ധ കേരളം എന്നുള്ളത് നമ്മൾ ആലോചിക്കണം. മന്ത്രിയും MLA-യുമായ ഒരു ആന്റണി രാജു, അദ്ദേഹം എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഒരു വിധി അല്ലെങ്കിൽ ഒരു കേസ് അട്ടിമറിക്കുന്നതിന് വേണ്ടി തൊണ്ടി മുതൽ പോലും കോടതിയെ പോലും കബളിപ്പിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ കേരളത്തിന്റെ നീതി സംവിധാനത്തോട് ബഹുമാനം കാട്ടാതെ ആ നീതി സംവിധാനത്തെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് തൊണ്ടി മുതൽ അടിച്ചു മാറ്റുന്ന ഒരാളെ മന്ത്രിയും MLA-യും ആക്കിയ ഒരു ഭരണകൂടമാണ് ഇന്ന് കേരളത്തിൽ ഭരിക്കുന്നത്. നമുക്കറിയാം, ഇന്നത്തെ ഇടതുപക്ഷ ഭരണം എന്ന് പറയുന്നത് മുഴുവൻ കള്ളന്മാരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. നമുക്കറിയാം, പെൻഷൻ അടിച്ചു മാറ്റുന്ന ഇടതുപക്ഷത്തെ നമ്മൾ കണ്ടു. കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രളയ ഫണ്ട് അടിച്ചു മാറ്റുന്ന ഇടതുപക്ഷത്തെ നമ്മൾ കണ്ടു. അതിനുശേഷം സഹപ്രവർത്തകർ അല്ലെങ്കിൽ രക്തസാക്ഷികളുടെ ഫണ്ട് പോലും അടിച്ചു മാറ്റുന്ന കേരളത്തിലെ ഇടതുപക്ഷം നമ്മൾ കണ്ടതാണ് ദിവസങ്ങൾക്ക് മുന്നിൽ. അതിനുശേഷമാണ് കേരളത്തിലെ സ്വർണം പോലും അയ്യപ്പന്റെ ദേവന്റെ വിഗ്രഹം അടക്കം സ്വർണം പോലും ശബരിമലയിലെ ഏറ്റവും പരിപാവനമായ സ്വർണം പോലും അടിച്ചു മാറ്റുന്ന കള്ളന്മാരെ ഈ കേരളം കണ്ടത്. ഇപ്പോൾ അതിനേക്കാൾ വലിയ നാണം കെട്ട വാർത്തയാണ് കേരളത്തിലെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഒരു കേസ് അട്ടിമറിക്കുന്നതിന് വേണ്ടി അടിവസ്ത്രം അടിച്ചു മാറ്റുന്ന തരത്തിലേക്ക് കേരളത്തിലെ ഇടതുപക്ഷത്തെ മന്ത്രിമാരും ജനപ്രതിനിധികളും മാറുകയാണ്. വർഷങ്ങൾക്ക് മുമ്പ് വലിയൊരു ആരോപണമുണ്ടായി, വലിയ വിവാദമുണ്ടായ വിഷയത്തിൽ അദ്ദേഹത്തെ എടുത്ത് തോളിൽ ചുമന്ന പിണറായി വിജയൻ കേരളത്തിൽ മുഴുവൻ നാണക്കേടായി മാറിയിരിക്കുകയാണ്. നമുക്കറിയാം, ഈ കേസിന്റെ പ്രധാനപ്പെട്ട വിചാരണ കാലാവധി അദ്ദേഹം മന്ത്രിയായിരിക്കുന്ന കാലഘട്ടത്തിലാണ്. കേരളത്തിലെ മന്ത്രിമാരും MLA-മാരും ഇതുപോലെ നിരവധി കേസുകളിൽ വിചാരണ നേരിടുകയാണ്. അന്ന് കേരളത്തിലെ പൊതുസമൂഹം പറയുന്നുണ്ട്, നിങ്ങൾ ഇത്തരത്തിലുള്ള ആരോപണ വിധേയരായ ആളുകൾ അല്ലെങ്കിൽ മത്സരത്തിൽ നിന്ന് മാറി നിൽക്കണം. വിചാരണ കാലാവധിയിൽ നിങ്ങൾ മന്ത്രിസ്ഥാനം അലങ്കരിക്കുന്നത് നിയമ സംവിധാനത്തെ അട്ടിമറിച്ചുകൊണ്ട് പ്രതികളെ സ്വാധീനിക്കാനും സാക്ഷികളെ സ്വാധീനിക്കാനും ഈ മന്ത്രി പദവി നിങ്ങൾക്ക് ഗുണം ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ മാറി നിൽക്കണമെന്ന് കേരളത്തിലെ മുഴുവൻ സമൂഹം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ശിവൻകുട്ടി അടക്കമുള്ള മന്ത്രിമാരോട് കേരളത്തിലെ മുഴുവൻ സമൂഹവും ഈ കോൺഗ്രസും ആവശ്യപ്പെട്ടതാണ്. എന്നാൽ അതൊന്നും വകവയ്ക്കാതെ കോടതി വിധി വരട്ടെ എന്ന അഹങ്കാരത്തോടു കൂടി പോകുന്ന കേരളത്തിലെ ഇടതുപക്ഷ മന്ത്രിമാരെയാണ് നമുക്ക് കാണുന്നത്. അവസാനം എന്താണ് കണ്ടത്? കോടതി പറയുകയാണ്, അടിവസ്ത്രം അടിച്ചു മാറ്റിയ മന്ത്രി ശിക്ഷയ്ക്ക് അർഹരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ശിക്ഷിക്കപ്പെടുകയാണ്. അപ്പോൾ ഈ രീതിയിൽ കേരളത്തിലെ പിണറായി വിജയൻ സംരക്ഷിക്കുന്നത് മുഴുവനും കള്ളന്മാരെയാണ്. അഴിമതിയല്ല, ഇത് മോഷണ കുറ്റമാണ്. നിങ്ങൾ മനസ്സിലാക്കണം. സ്വർണം അടിച്ചു മാറ്റുന്ന കള്ളന്മാരെ സംരക്ഷിക്കുന്നു പിണറായി വിജയൻ. അതുപോലെ തന്നെ അടിവസ്ത്രം അടിച്ചു മാറ്റുന്നവരെ സംരക്ഷിക്കുന്നു പിണറായി വിജയൻ. പെൻഷൻ ഫണ്ട് അടിച്ചു മാറ്റുന്നവരെ സംരക്ഷിക്കുന്നു. അങ്ങനെ കള്ളന്മാരുടെ കൂടാരമായി കേരളത്തിലെ ഇടതുപക്ഷം മാറുകയാണ്. അതുകൊണ്ടാണ് ഇത് വലിയ നാണക്കേടാണ് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ കള്ളന്മാരുടെ കൂടാരമായ ഇടതുപക്ഷം പിണറായി വിജയന്റെ നേതൃത്വത്തിൽ അഹങ്കാരത്തോടു കൂടി മുമ്പോട്ട് പോകുമ്പോഴാണ് കഴിഞ്ഞ ദിവസം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വലിയൊരു ജനവിധി ഉണ്ടായത്. ഈ ജനവിധി കണ്ടൊരു പാഠം പഠിച്ചില്ലെങ്കിൽ കേരളത്തിലെ ഇടതുപക്ഷത്തിന് ഇനി തികയ്ക്കാൻ ഒരു അംഗവും കാണില്ല എന്നുള്ളതിൽ ഒരു തർക്കവും കാണില്ല. 100 തികയ്ക്കുമെന്ന അഹങ്കാരമായിരുന്നു പിണറായി വിജയൻ. അവസാനം പാർലമെന്റ് അല്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് പടിവാതിൽക്കൽ അതിന്റെ മുന്നിൽ നിൽക്കുമ്പോഴാണ് വീണ്ടും ഒരു വിക്കറ്റ് വീഴുന്നത്. ഇനി ഏതാനും നിമിഷങ്ങൾക്കകം കടകംപള്ളി സുരേന്ദ്രൻ അടക്കമുള്ള ആളുകൾ ജയിലിൽ പോകുകയാണ്. ഞാനൊന്ന് സംശയിക്കുകയാണ്, ചിലപ്പം ഇനി ക്യാബിനറ്റ് കൂടുന്നത് ഇടതുപക്ഷ മന്ത്രിമാരുടെ ക്യാബിനറ്റ് കൂടേണ്ടി വരുന്നത് പൂജപ്പുര ജയിലിലായിരിക്കും എന്നുള്ള വലിയ സംശയം തോന്നുകയാണ്. ഈ രീതിയിലാണ് കേരളത്തിലെ ഇടതുപക്ഷം മുമ്പോട്ട് പോകുന്നത് എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. ഇവിടെ വെള്ളാപ്പള്ളിയെ പോലുള്ള ആളുകൾ നടത്തിയ അധിക്ഷേപ വർഗീയ പരാമർശങ്ങൾ ഒരു വശത്ത് നിൽക്കുകയാണ്. ഈ മന്ത്രി എന്താണ് ചെയ്യുന്നത്? വാഴയെ പോലെ നോക്കി നിൽക്കുന്ന ഒരു ആഭ്യന്തരമന്ത്രി കേരളത്തിന്റെ സമാധാനം ഇല്ലാതാക്കുന്നു. അതുപോലെ തന്നെ ഇതുപോലുള്ള കുറ്റവാളികളെ സംരക്ഷിക്കുന്നു. കള്ളന്മാർക്ക് എല്ലാ സൗകര്യവും ചെയ്തു കൊടുക്കുന്നു. നമുക്കറിയാം, സ്വർണ്ണക്കേസിൽ അല്ലെങ്കിൽ ശബരിമല വിഷയത്തിൽ സ്വർണം കെട്ടവർ എവിടെയാണ് കിടക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പൂജപ്പുര ജയിലിൽ സാധാരണ കുറ്റവാളികൾ കിടക്കുന്ന ജയിൽ വാർഡിലല്ല, അദ്ദേഹം കിടക്കുന്നത് മെഡിക്കൽ വാർഡിലാണ്. ഈ കുറ്റവാളികൾ രണ്ടുപേരും കിടക്കുന്നത്. ഈ ജയിലിനകത്ത് പോലും എല്ലാ സൗകര്യവും ഒരുമിച്ച് അല്ലെങ്കിൽ ഒരുക്കിക്കൊണ്ട് മുമ്പോട്ട് പോകുന്ന ഇടതുപക്ഷമാണ്. അങ്ങനെ കള്ളന്മാരുടെ ഒരു മുഖ്യ കള്ളനായി പിണറായി വിജയൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇത്തരമൊരു പ്രതിഷേധവുമായി കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് വന്നത്. ഈ പ്രതിഷേധം ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുന്നില്ല. പ്രിയപ്പെട്ട ആന്റണി രാജു, പ്രിയപ്പെട്ട അദ്ദേഹം ഇവിടെയുണ്ട്. അദ്ദേഹത്തിന്റെ കോലം കത്തിച്ചുകൊണ്ട് പ്രബുദ്ധ കേരളത്തിന് ഐക്യപ്പെട്ടുകൊണ്ട് യൂത്ത് കോൺഗ്രസ് ഇവിടെ പ്രതിഷേധം ഉയർത്തുകയാണ്. Okay.
കരകള്ളൻ ആന്റണി രാജുവിനെ